Assalamualaikum. Good evening. Welcome back to ZAIN'S Wonder World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ റോളുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ ZAIN'S Wonder World നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ചിക്കൻ റോൾ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം അതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 3 വലിയ സവാള കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. 2 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റാക്കിയിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലകളൊന്നും ഓവറായി ചേർക്കേണ്ട, എല്ലാം ഒന്ന് ഫ്ലേവറിന് മാത്രം ചേർത്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. കാരണം ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടാണ് വേവിച്ചത്. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് ചേർക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ കൈകൊണ്ട് തന്നെ ചെറുതാക്കിയിട്ട് ഉടച്ചെടുത്തതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ചിക്കൻ റോള് തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കി നന്നായിട്ട് ഒരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. വെള്ളം എത്ര വേണ്ടി വരുമെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. 1 ഗ്ലാസ് വെള്ളം മുഴുവൻ ഒഴിച്ചു. ഇനി ആവശ്യമാണെങ്കിൽ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയി. ഇനി ഇതൊന്ന് കട്ടയില്ലാതെ നന്നാക്കിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കട്ടയില്ലാതെ ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയാക്കി ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കയ്യിൽ ബാറ്റർ എടുത്ത് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഓവർ വലിപ്പാവേണ്ട, ദോശയുടെ പോലെ, എന്നാലും തീരെ വലിപ്പമില്ലാതെ ആവരുത്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഓവറായിട്ട് കട്ടി വേണ്ട. ഇപ്പോൾ ഞാൻ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് 17 ദോശയോളം കിട്ടി. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സും. ഇനി ഇതെങ്ങനെയാണ് റോൾ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ദോശയും വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. സൈഡിലാക്കി വെച്ച് കൊടുക്കാം.
ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കാം. ആദ്യം ഈ രണ്ട് ഭാഗവും ഉള്ളിലേക്ക് മടക്കി വെക്കാം. എന്നതിന് ശേഷം റോൾ ചെയ്തെടുത്താൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോവില്ല. ഇനി ഇതുപോലെ ചെറുതാക്കി റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും റോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോ ദോശയും ചെയ്തെടുക്കണം. നിങ്ങൾക്കിനി ദോശ ആക്കി എടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ പത്തിരി പോലെ മൈദ പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം റോൾ ചെയ്തെടുത്താലും മതി. ഏതായാലും നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അതിനിടയിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനെല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് ഞാനവിടെ വെളിച്ചെണ്ണ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ റോളും ഇട്ട് പൊരിച്ചെടുക്കാം. സിമ്മിലിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇനി ഒരു ഭാഗം പാകമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ചിക്കൻ റോള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. ഹോട്ടലിലൊന്നും പോയി ഇനി വാങ്ങി കഴിക്കൊന്നും വേണ്ട. നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് കൂടിയാണിത്. അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് എപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.